അവൾ ആ ഡ്രസ്സ് കയ്യിലെടുത്ത് ആ ധാവണിയുടെ ഒരു വശത്തു നിന്നും കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആരോ അവളുടെ കയ്യിൽ നിന്നും ആ കത്രിക പിടിച്ചു വാങ്ങുന്നത്. അതാരാണെന്ന് അവൾ ഞെട്ടലോടെ നോക്കി. രാഹുലായിരുന്നു അത്. കൊള്ളാലോ നീയ്, അവൻ കൈകെട്ടി നിന്നുകൊണ്ട് അവളോട് ചോദിച്ചു. രാഹുൽ പ്ലീസ്, ഇതൊരു പ്രശ്നമാക്കരുത്, ഞാൻ അറിയാതെ ചെയ്തതാ. അറിയാതെയോ? എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. സത്യം രാഹുൽ, ഞാൻ ആവർത്തിക്കില്ല ഇനി. താനിതെല്ലാവരോടും പറഞ്ഞ് ഒരു ഇഷ്യൂ ആക്കരുത് പ്ലീസ് രാഹുൽ, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഈ ഒരൊറ്റ തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായാലേ അറിയാലോ കണ്ണന് നന്നായിട്ട്. ഒരു താക്കീത് കൊടുത്തുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു. ഇട്ടിരുന്ന ലഹങ്ക മാറ്റി വേണിയെ ധന്യധാവണി ഉടുപ്പിച്ചു. അതും അവൾക്ക് വളരെ നന്നായി തന്നെ ചേരുന്നുണ്ടായിരുന്നു. അതിട്ടും കുറച്ചധികം ഫോട്ടോസ് എടുത്ത് അവർ ട്രെയിൽ നിർത്തി. വേണി പോയി വേഷം മാറി വന്നു. എല്ലാവർക്കും ഫോട്ടോസൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഒപ്പം വേണി എന്ന മോഡലിനെയും. എല്ലാവരും അവളെ പ്രശംസിച്ചപ്പോൾ മറുപടിയെല്ലാം അവൾ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. എല്ലാം കഴിഞ്ഞ് കണ്ണനൊപ്പം അവൾ വീട്ടിലേക്ക് തിരിച്ചു. ഡ്രൈവ് ചെയ്യുന്ന കണ്ണനെ ഇടയ്ക്കൊന്ന് പാളി നോക്കിയപ്പോൾ വല്ലാത്ത സന്തോഷവും തെളിച്ചവും ആ മുഖത്ത് കാണുന്നത് പോലെ തോന്നി അവൾക്ക്. എന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. നീണ്ട കൺപീലികൾ കൊണ്ട് സമൃദ്ധമായി അവൻ്റെ കണ്ണുകൾ ചിരിക്കുമ്പോൾ ചുരുങ്ങുന്നതും അവൾ കൗതുകത്തോടെ നോക്കി. ഇന്ന് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആണെന്നോ? നല്ല സന്തോഷത്തിലാണടോ. ഇന്ന് ഓരോ തവണയും നീട്ട ഡ്രസ്സുകൾ എത്ര ദിവസത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്ന് അറിയാമോ? ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഞാൻ ചെയ്ത ഡിസൈനുകളാ അതിലൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ചേരുന്ന ആൾ തന്നെയാണ് ഇട്ടതും. അപ്പോൾ പിന്നെ ഞാൻ സന്തോഷിക്കണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. സന്ധ്യയായപ്പോൾ അവർ വീട്ടിലെത്തി. അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയപ്പോഴാണ് ഒരു സ്ത്രീ അകത്തിരിക്കുന്നത് കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതാരാണെന്ന് വേണിക്ക് മനസ്സിലായി. അമ്മായി, അവൾ സന്തോഷത്തോടെ വിളിച്ചതും അവർ അവളെ തിരിഞ്ഞു നോക്കി. മോളെ, അവർ വിളിച്ചപ്പോഴേക്കും അവൾ ഓടി അവരുടെ അടുത്തെത്തി ചുറ്റിപ്പിടിച്ചു. അയ്യേ, അമ്മായിയുടെ കുട്ടി കരയുവാ? അവളെ എങ്ങലടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചോദിച്ചു. ഏയ്, പെട്ടെന്ന് അമ്മായിയെ കണ്ടപ്പോൾ അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയും അച്ഛനും അച്ഛവും അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശി അകത്തേക്ക് വിളിച്ചപ്പോൾ എല്ലാവരും നടുമുറ്റത്തേക്ക് പോയിരുന്നു. വേണിയുടെ പഴയ കാര്യങ്ങളും രഞ്ജു തങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാം സംസാരിച്ചുകൊണ്ട് അവർ ഇരുന്നു. ഇത്രയുമായിട്ട് വേണിയൊന്നും മിണ്ടുന്നില്ലല്ലോ എന്നോർത്ത് അവളെ നോക്കിയ കണ്ണൻ കാണുന്നത് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അമ്മായിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുന്ന വേണിയെയാണ്. വേണി ചേച്ചി ഉറങ്ങിപ്പോയല്ലോ. ഏട്ടാ, ചേച്ചിയെ ഒന്നെടുത്ത് റൂമിലാക്ക്, അച്ചു പറഞ്ഞു. അച്ചുവിന് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവൻ അമ്മായിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ രണ്ട് കൈയിലുമായി എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. വേണിക്കിവിടെ എല്ലാവരിൽ നിന്നും കിട്ടുന്ന സ്നേഹവും പരിഗണനയും കരുതലുമൊക്കെ നോക്കിക്കണ്ട അമ്മായിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ആ നിമിഷം. കണ്ണൻ വേണിയെ എടുത്ത് അവളുടെ മുറിയിൽ കൊണ്ടുപോയി ശ്രദ്ധയോടെ ബെഡിൽ കിടത്തി. തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പുതപ്പെടുത്ത് നന്നായി പുതപ്പിച്ചു. ഫാൻ സ്പീഡ് കുറച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അമ്മായിയെയാണ്. കൃഷ്ണയ്ക്ക് തണുപ്പൊട്ടും പറ്റില്ല അല്ലേ? ഞാനതാ ഫാൻ കുറച്ചിട്ടത്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. വേണിയെ കണ്ണൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് അമ്മായിക്ക് മനസ്സിലായി. ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് അവർ സന്തോഷത്തോടെ ഓർത്തു. മോന് തിരക്കില്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതിനെന്താ അമ്മായി, എനിക്ക് തിരക്കില്ല, വാ നമുക്ക് പുറത്തേക്കിറങ്ങി സംസാരിക്കാം, അവൻ പറഞ്ഞപ്പോൾ അവർ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം മുറിക്ക് പുറത്തേക്കിറങ്ങി. റൂമിൽ നിന്നും ഹാളിലേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. സാവിത്രി, ഇന്നിവൾ നിൽക്കുമോളെ, സന്ധ്യ കഴിഞ്ഞില്ലേ? മുത്തശ്ശി പറഞ്ഞു. അതെ ചേച്ചി, ഇവിടെ നിൽക്ക്, ലക്ഷ്മി അമ്മയും പറഞ്ഞു. രഞ്ജുവും അച്ഛനും വീട്ടിലില്ലാത്ത നേരം നോക്കി വന്നതാ ഞാൻ. എന്തോ ബിസിനസ് ആവശ്യത്തിന് 2 ദിവസത്തേക്ക് പുറത്തു പോയിരിക്കുക അവർ. നിങ്ങൾ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ. ഇന്നിവിടെ നിൽക്കാം, അമ്മായി മറുപടി പറഞ്ഞു. ഞങ്ങൾ പുറത്തുണ്ടാകും, അമ്മായിക്ക് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് കണ്ണൻ അവരോടായി പറഞ്ഞു. അതിനെന്താ, നിങ്ങൾ ചെല്ല്. കണ്ണനും അമ്മായും കൂടെ മുറ്റത്തെ ഗാർഡനിലുള്ള ബെഞ്ചിൽ പോയിരുന്നു. എന്തമ്മായി പറയാനുണ്ടെന്ന് പറഞ്ഞത്? കണ്ണൻ സംസാരത്തിന് തുടക്കിയിട്ടു. കിച്ചനും ജാനകിയും വേണിമോളേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞിന് ദുരിതങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മോനെ. അമ്മ ഉള്ളതായിരുന്നു എനിക്ക് ഏക ആശ്വാസം.
അമ്മയ്ക്ക് വേണിയെ വലിയ കാര്യമായിരുന്നു. എന്നാൽ അമ്മയും പോയി കഴിഞ്ഞതോടെ എനിക്കും മോൾക്കും ആരുമില്ലാതെയായി പോയി. മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചതാ ഞാൻ. പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച് എവിടെ പോകാനാ? അഥവാ പോയാലും എങ്ങനെ ജീവിക്കും? എനിക്കിതൊക്കെ ശീലമായി. എൻ്റെ മോളെയെങ്കിലും ആ ദുരിതത്തിൽ നിന്നും രക്ഷിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ശ്രീജിത്തിൻ്റെ കാര്യം മോൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ അവളെ അവിടെ നിന്നും രക്ഷിക്കാൻ ഒരാളായല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചത്. പക്ഷേ എൻ്റെ മോളെ അവൻ ചതിക്കുമെന്ന് മാത്രം ഞാൻ വിചാരിച്ചില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് മോൻ രക്ഷകനായി അവളെ രക്ഷിച്ചത്. ഇവിടെ വന്ന് എല്ലാവർക്കും അവളോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. മോനെ രഞ്ജു ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാലും വേണിക്കൊന്നും സംഭവിക്കാതെ മോൻ നോക്കുമെന്ന് എനിക്ക് ബോധ്യമായി. അമ്മായി പറഞ്ഞു നിർത്തി. ഞാൻ കൃഷ്ണയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മായി. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അവളുടെ മനസ്സ് തകർന്നിരിക്കുവാണ്. പുറമേ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലുള്ള മുറിവിൻ്റെ ആഴം എനിക്ക് നന്നായി അറിയാം. ആ മുറിവിനുള്ള മരുന്നായി ഞാൻ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. എൻ്റെ സ്നേഹം കൊണ്ട് തന്നെ ആ മുറിവ് ഞാൻ ഉണക്കും. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. സ്നേഹം കൊണ്ട് മായ്ക്കാനാകാത്ത മുറിവൊന്നും തന്നെ ഇല്ല മോനെ, അമ്മായി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഇത് മോന് തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഒരു ഫയൽ അവന് നേരെ നീട്ടിക്കൊണ്ട് അമ്മായി പറഞ്ഞു. എന്താ ഇത്? വേണിയുടെ പേരിൽ അമ്മ എഴുതി വച്ചിരിക്കുന്ന സ്വത്തിൻ്റെയും മറ്റും വിവരങ്ങളാണ്. രഞ്ജു മാറ്റിവെച്ചിരുന്നതാ, അവൻ കാണാതെ എടുത്തതാ ഞാൻ. ഇത് വേണ്ട അമ്മായി. വേണിക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ മോനെ, അത് വാങ്ങാൻ മടി കാണിക്കണ്ട. അവരുടെ കൈവശം ഇരിക്കുന്നതിലും നല്ലത് ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതാ. എന്തെങ്കിലും ഉപകാരം വന്നാലോ? അതും പറഞ്ഞ അമ്മായി അത് കണ്ണൻ്റെ കയ്യിൽ കൊടുത്തു. അല്ല, ഇത് അവിടെയില്ലെന്ന് കണ്ട പ്രശ്നമാകില്ലേ? അറിയില്ല മോനെ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം അച്ഛനോ മോനും കൂടി ഉണ്ടാക്കുമെന്ന്. വേണി വാ, ഒരാളെ പരിചയപ്പെടുത്തി തരാം. ശ്രീജിത്ത് വേണിയുടെ കൈ പിടിച്ചുകൊണ്ട് റോഡിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ആരെയാ ശ്രീയേട്ടാ? പറയാടി. റോഡിൽ ബൈക്കിൽ ചാരി നിന്നുകൊണ്ട് ഫോൺ ചെയ്യുവാണ് ഒരു യുവാവ്. ശ്രീ അവളെയും പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. പുറംതിരിഞ്ഞു നിൽക്കുന്ന ആ യുവാവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ശ്രീ വിളിച്ചു. കണ്ണ. അവൻ തിരിഞ്ഞു നോക്കി. കണ്ണ, ഇതാണ് എൻ്റെ കൃഷ്ണവേണി. വേണി, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട് അനുരാഗ്. ശ്രീ അവരെ തമ്മിൽ പരിചയപ്പെടുത്തി. വേണി നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവനും തിരിച്ച് അവൾക്കൊരു പുഞ്ചിരി കൈമാറി. ശ്രീയും കണ്ണനും കുറച്ചു നേരം കൂടി എന്തൊക്കെയോ സംസാരിച്ചു. ശ്രീ ചോദിച്ചതിനൊക്കെയുള്ള മറുപടി കണ്ണൻ ഒരു മൂളലിലോ തലയാട്ടലിലോ ഒതുക്കി. അവനോട് യാത്ര പറഞ്ഞ് ശ്രീയും വേണിയും മുന്നോട്ട് നടന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. നിസ്സഹായമായ ഒരു പുഞ്ചിരിയും നിറഞ്ഞ കണ്ണുകളുമായി കണ്ണൻ തങ്ങളെ നോക്കി അവിടെ തന്നെ ഇരുന്നു. വേണി ഞെട്ടലോടെ കണ്ണു തുറന്നു. എന്താ ഇത്? കുറച്ച് ദിവസമായി അവ്യക്തമായി എന്തൊക്കെയോ ഉറക്കത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് കണ്ടതും പലതും വ്യക്തമാണല്ലോ. കണ്ണേട്ടൻ, ശ്രീജിത്ത്. അന്ന് കണ്ണേട്ടന് ഞാൻ ആദ്യമായി പരിചയപ്പെട്ട ദിവസം നടന്നതൊക്കെയല്ല ഞാൻ കണ്ടത്. പക്ഷേ കണ്ണേട്ടൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നത് എന്താണാവോ? അവൾ വീണ്ടും അതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മുറിയിലേക്ക് വന്ന അച്ചു കാണുന്നത് എന്തോ ആലോചനയിൽ കണ്ണടച്ചിരിക്കുന്ന വേണിയെയാണ്. ചേച്ചി, കഴിക്കാൻ വരുന്നില്ലേ? അവൾ വന്ന് വേണിയെ തട്ടി വിളിച്ചു. അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് അച്ചു ആദിയോടെ അവളുടെ അടുത്തിരുന്നു. കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ ചേച്ചി, കരഞ്ഞോ? തലവേദനയുണ്ടോ? ഏയ് ഇല്ല അച്ചു, ഉറങ്ങി എഴുന്നേറ്റതിൻ്റെയാ. അത് മാറിക്കോളും. അമ്മായി എവിടെ? അമ്മായിയും കണ്ണേട്ടന് പുറത്തിരുന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പം അകത്തേക്ക് കയറി. ചേച്ചി വാ, ഫുഡ് കഴിക്കണ്ടേ? അവൾ എഴുന്നേറ്റ് അച്ചുവിനോടൊപ്പം ഹാളിലേക്ക് നടന്നു. കണ്ണനും അമ്മായിയും അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്നു. വേണിയുടെ എതിർവശത്തായാണ് കണ്ണൻ ഇരുന്നത്. അവൾ കഴിക്കുന്നതിനിടയിൽ അവനെ ഒന്ന് നോക്കി. അമ്മായിക്ക് കറി ഒഴിച്ചു കൊടുത്ത് ചിരിയോടെ ഇരുന്ന് കഴിക്കുവാണ് അവൻ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണേട്ടാ നിങ്ങളെ. ഞാനിടയ്ക്ക് കാണുന്ന ഈ സ്വപ്നത്തിൻ്റെയൊക്കെ അർത്ഥം എന്താ? മുന്നോട്ട് നോക്കിയ കണ്ണൻ കാണുന്നത് തന്നെ നോക്കി എന്തോ ആലോചിച്ച് ചോറ് നുള്ളിപ്പെറുക്കി കഴിക്കുന്ന വേണിയെയാണ്. അവൻ കാലുവെച്ച് ടേബിളിൻ്റെ അടിയിലൂടെ അവളുടെ കാലിൽ ചെറുതായി തട്ടിയപ്പോൾ അവളൊന്ന് ഞെട്ടി. കണ്ണനെ നോക്കിയപ്പോൾ കഴിക്കാനെന്ന് അവൻ കണ്ണുകാട്ടി. അവൾ ചിരിച്ചുകൊണ്ട് ഓരോ ഉരുള വീതം കഴിക്കാൻ തുടങ്ങി. ഇതേ സമയം ഭക്ഷണമൊന്നും കഴിക്കാതെ മുറിയടച്ച് കരഞ്ഞു തളർന്ന് കിടക്കുവായിരുന്നു അല്ലി. പണ്ട് മുതലേ രാഹുലേട്ടനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നിയിട്ടുണ്ട്. അറിവ് വയ്ക്കുന്ന പ്രായത്തിൽ മനസ്സിലായി അത് വെറും അടുപ്പമല്ല, മറിച്ച് പ്രണയം തന്നെയാണെന്ന്. പറയാനുള്ള ധൈര്യം കിട്ടാഞ്ഞതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല.
പക്ഷേ ആകുന്ന രീതിയിലൊക്കെ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതി. എന്നാൽ അത് ഇനി ഉണ്ടാകില്ല. ഇന്നത്തോടെ തീർന്നു എല്ലാം. അവൾ കണ്ണീരോടെ ഇന്ന് വൈകിട്ട് നടന്ന കാര്യങ്ങൾ ആലോചിച്ചു. വൈകുന്നേരം അച്ചുവിനോട് സംസാരിച്ച് അവിടെ ഇരിക്കുമായിരുന്നു അല്ലി. അപ്പോഴാണ് ലക്ഷ്മിയമ്മ 2 പാത്രം കൊണ്ടുവന്ന് അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അച്ചു, ഇത് രാവിലെ വീട്ടിലേക്ക് കൊടുത്തേക്ക്. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പായസം കൊണ്ടുവന്നത് ഇതിലാ. കണ്ണൻ പോയപ്പോൾ കൊടുത്തുവിടാൻ മറന്നു. അത് വാങ്ങി അവൾ. ഞാൻ കൊടുത്തിട്ട് വരാം അമ്മേ, ചേച്ചിയും കൂടെ വാ. അച്ചു അത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. രാഹുലിനെ കാണാമല്ലോ. അവൾ ഉത്സാഹത്തോടെ അച്ചുവിനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി പാത്രം കൊടുത്തിട്ട് അവൾ ചുറ്റിനു നോക്കിയെങ്കിലും രാഹുലിനെ കണ്ടില്ല. അമ്മ അപ്പോഴേക്കും ചായ ഇട്ട് കൊണ്ടുവന്നു. മോളെ, രാഹുലിനെ ഒന്ന് വിളിച്ചിട്ട് വരാമോ? മുകളിലെ റൂമിലുണ്ടവൻ. അമ്മ അല്ലിയോട് പറഞ്ഞപ്പോൾ അതിനെന്താ അമ്മേ, ഇപ്പോൾ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ്റെ മുറിക്ക് അവൾ പെട്ടെന്ന് ഓടി. മുറിയിൽ കയറി അവൾ ചുറ്റിനു നോക്കിയെങ്കിലും അവനെ കണ്ടില്ല. അപ്പോഴാണ് ബാൽക്കണിയിൽ സംസാരം കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവൾ അങ്ങോട്ട് നടന്നപ്പോൾ കേട്ടത്, ഇന്ന് അച്ഛനെത്തുമ്പോൾ നമ്മുടെ കാര്യം ഇവിടെ സംസാരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? നീ പറഞ്ഞോ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? പിന്നില്ലാതെ. അച്ഛന് കേട്ടപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എനിക്കല്ലെങ്കിലും ഉറപ്പായിരുന്നു അച്ഛൻ സമ്മതിക്കുമെന്ന്. ഇവിടെ അമ്മയും സമ്മതിക്കൂടാ. അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമാ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഗീതൂട്ടി ആർക്കും ഇഷ്ടപ്പെടാത്തേ? അല്ലി ഇതെല്ലാം കേട്ട് തളർച്ചയുടെ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ആരാണ് രാഹുലിനൊപ്പം എന്ന് നോക്കി. മുഖം കാണുന്നില്ല. തിരിഞ്ഞാണ് നിൽക്കുന്നത്. രാഹുൽ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അല്ലി അങ്ങനെ തന്നെ നിന്നു. അവൾക്ക് സംസാരിക്കാൻ പോലും ആവാത്ത പോലെ. ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇതുവരെ എൻ്റെ ഇഷ്ടം ഞാൻ ഏട്ടനെ അറിയിച്ചിട്ടില്ല. ഒരിഷ്ടത്തോടെ ഇങ്ങോട്ട് ഏട്ടൻ പെരുമാറിയിട്ടില്ല. പിന്നെ പലതും ആഗ്രഹിച്ചത് തൻ്റെ മാത്രം തെറ്റാണ്. അവൾ ആലോചിച്ചുകൊണ്ട് കണ്ണമർത്തി തുടച്ചു. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? അവൾ ഒരു ചിരിയോടെ ചോദിച്ചു. അത് കേട്ട് അവനും ആ പെൺകുട്ടിയും തിരിഞ്ഞ് അവളെ നോക്കി. അമ്മ ചായ കുടിക്കാൻ വിളിക്കുന്നു. ഞാനത് പറയാൻ വന്നതാ. അല്ലി, ഇത് ഗീതു, അമ്മയുടെ ആങ്ങളയുടെ മകൾ. ഗീതു, ഇത് അല്ലി, നമ്മുടെ കണ്ണൻ്റെ കസിൻ. അവൻ പരിചയപ്പെടുത്തി. ഹലോ അല്ലി. ഗീതു അല്ലിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹായ് ഗീതു. അവളും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ അവർ 3 പേരും താഴേക്ക് ചെന്നു. അവരെ 2 പേരെയും ഒരുമിച്ച് കണ്ട നിമിഷങ്ങളിൽ ഒക്കെയും തൻ്റെ നെഞ്ച് വിങ്ങിയെങ്കിലും ആ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ പുറമേ ചിരിച്ച് കളിച്ച് കുറച്ചു നേരം കൂടി അല്ലി അവിടെ നിന്നു. പിന്നീട് അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തിയ പാടെ മുറിയിൽ കതകടച്ച് കിടപ്പാണ് അല്ലി. എത്ര കരഞ്ഞിട്ടും രാഹുലിനെ മറക്കാൻ മാത്രം അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും അവളുടെ മനസ്സിൽ തെളിഞ്ഞെങ്കിലും ഏറ്റവും മിഴിവോടെ തെളിഞ്ഞത് ഗീതുവിനെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന അവൻ്റെ രൂപമാണ്. അതെ, എല്ലാം മറക്കണം. രാഹുൽ ഗീതുവിനുള്ളതാണ്. അവൾ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചു.